ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 4ലെ ദ പവർ ഓഫ് ക്ലെൻലിനെസ്സിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്ര നേരം മുന്നേയുള്ള പോർഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് എൻവിറോൺമെന്റൽ ഹൈജീനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എൻവിറോൺമെന്റൽ ഹൈജീൻ തുടങ്ങാം. ഓക്കെ, എന്താണ്? വിത്ത് ദ എയിം ഓഫ് പ്രിവെന്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് വെർ കണ്ടക്റ്റഡ് ഇൻ ഓൾ ദ വാർഡ്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. അപ്പം എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ? എന്താ? പകരുന്ന അസുഖങ്ങൾ. അപ്പം ഈ പകരുന്ന അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്തെന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടെത്തുന്നുണ്ട്. Cleaning activities were carried out with a view of eliminating the disease-carrying mosquitoes as dengue fever as reported in some of the wards of panchayat. അപ്പോൾ പഞ്ചായത്തിലെ കുറച്ച് വാർഡുകളിൽ എന്താണ് ഡെങ്കി ഫീവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെങ്കി ഫീവർ തടയാൻ വേണ്ടിയിട്ട് എന്താണ് മോസ്കിറ്റോസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്തുകളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. Have you read the newspaper report? നിങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? What are dry day activities? എന്താണ് ഡ്രൈ ഡേ ആക്ടിവിറ്റീസ്? റീഡ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ്. അപ്പോൾ ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ എൻവിറോൺമെന്റൽ ഹൈജീൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ എൻവിറോൺമെന്റൽ ഹൈജീനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡ്രൈ ഡേ. There are chances of abandoned containers, coconut shells, tires, bottles, bottle caps and toys in our surroundings to store water. അപ്പം നമ്മുടെ പരിസരത്ത് എന്തൊക്കെ കാണും? അബാൻഡൻഡ് കണ്ടെയ്നേഴ്സ്, എറിയപ്പെട്ട കണ്ടെയ്നറുകൾ, പാത്രങ്ങൾ, പിന്നെ കോക്കനട്ട് ഷെൽ, ചിരട്ടകൾ, ടയേഴ്സ്, ഓക്കെ, കീറിയതും മുറിഞ്ഞതായിട്ടുള്ള ടയേഴ്സ് ഉണ്ടാവും, ബോട്ടിൽസ്, കുപ്പികൾ, പിന്നെ ബോട്ടിൽ ക്യാപ്സ്, കുപ്പീൻ്റെ മൂടികൾ, പിന്നെ ടോയ്സ്. ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ പരിസരത്ത് അവിടെ ഇവിടെയും വലിച്ചെറിയരുത്. അതൊക്കെ വേസ്റ്റ് ബിൻ. അപ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? 3 തരം വേസ്റ്റുകളുണ്ട്. ഓക്കെ, ബയോഡിഗ്രേഡബിൾ, ഡീഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, അതേപോലെ എന്താണ് മൂന്നാമത്തത്? ഹസാഡിയസ് വേസ്റ്റ്. അപ്പം ഈ ഹസാഡിയസ് വേസ്റ്റിൽ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ആ ഒരു നോൺ ബയോഡിഗ്രേഡബിൾ ഡസ്റ്റ്ബിന്നിൽ ഇടണം. അല്ലാതെ നമ്മൾ പരിസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയരുത്. വലിച്ചെറിയുമ്പോൾ എന്ത് സംഭവിക്കും? മഴ വരും. മഴ വരുന്ന സമയത്ത് ഈ സാധനങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുക് വളരാനുള്ള ചാൻസസ് ഉണ്ട്. കൊതുക് മുട്ടയിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രൈ ഡേ ആചരിക്കുന്നത്. അപ്പം മോസ്കിറ്റോസ് മേ ലേ ദെയർ എഗ്സ് ഇൻ ദീസ്. അപ്പം എന്താണ്? കൊതുകുകൾ അതിൻ്റെ മുട്ട ഈ തങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ബോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തിൽ മുട്ടയിട്ടിട്ട് കൊതുകുകൾ പടരും. ഓക്കെ, they will hatch and reach full growth in 8 days. 8 ഡേ കൊണ്ട് എന്ത് ചെയ്യും? കൊതുക് മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിയും. Therefore, in every 7 days, the water collected in such objects should be drained and objects. Okay, അപ്പം എന്താണ് ആ സ്ലൈഡിൽ പറയുന്നത്? നമ്മൾ ഡ്രൈ ഡേൻ്റെ സമയത്ത് നമ്മുടെ പരിസ്ഥിതിയിലുള്ള എല്ലാ വേസ്റ്റ് സാധനങ്ങളും പെറുക്കി ഒതുക്കി അത് ഉണക്കി ഏതൊക്കെ ഇതിലാണോ അതിന് തരം തിരിച്ചിട്ട് നമ്മൾ ആ വേസ്റ്റിനെ മാറ്റണം. ഏതൊക്കെ വേസ്റ്റ് ആയിട്ടാണ് തരം തിരിക്കേണ്ടത്? ഡീഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, ഹസാഡിയസ്. അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൽ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുകുകൾ അതിൽ മുട്ടയിട്ടിട്ട് 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞിട്ട് കൊതുകുകൾ സ്പ്രെഡ് ചെയ്യും. കൊതുകുകൾ സ്പ്രെഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ഡെങ്കി ഫീവർ ആൾക്കാർക്ക് പടരും. ഓക്കെ, അതാണ് നമ്മൾ ആ സ്ലൈഡിൽ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാം. ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ. അസുഖങ്ങൾ വെള്ളത്തിലൂടെയും പകരും. There is a chance to catch diseases through the dirty water stored in our surrounding and the unclean water that we drink. Okay,
അപ്പോൾ ഡിസീസസ് ചെളി വെള്ളത്തിൽ നിന്ന് പകരാം. ഓക്കെ, പിന്നെന്താ, അൺക്ലീൻ വാട്ടർ, വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുമ്പോഴും നമുക്ക് അസുഖങ്ങൾ പകരും. ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ് ആർ സ്പ്രെഡ് ത്രൂ വാട്ടർ. ഡിസെൻട്രി എന്ന് പറയുന്നത് എന്താ, ലൂസ് മോഷനെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ജോണ്ടിസ് എന്താണ്, മഞ്ഞപ്പിത്തം. കോളറയും ഇതേപോലെ പനിയാണ്. കോളറ, ടൈഫോയിഡ് ഒക്കെ ഒരു ടൈപ്പ് ഓഫ് പനികളാണ്. ഓക്കെ, അപ്പം ഈ അസുഖങ്ങളൊക്കെ പടരുന്നത് എന്തിലൂടെയാണ്, വെള്ളത്തിൽ കൂടെ പടരുന്ന അസുഖങ്ങളാണ് ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് അതർ ഡിസീസസ്. വാട്ട് പ്രിക്കോഷൻ ക്യാൻ വി ടേക്ക് ടു പ്രിവെന്റ് ദീസ് ഡിസീസസ്? അപ്പോൾ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താ, യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, കുടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കവർ ദ വെൽ വിത്ത് നെറ്റ് ടു അവോയ്ഡ് ഫോളിങ് അൺവാണ്ടഡ് തിങ്സ് ടു ദ വെൽ. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലെ കിണർ അല്ലെങ്കിൽ സ്കൂളിലെ കിണർ എപ്പോഴും എന്ത് ചെയ്യണം, ആ കിണറിൻ്റെ ചുറ്റുപാടും വൃത്തിയാക്കുകയും ആ കിണറിനെ നല്ല നെറ്റിട്ട് മൂടുകയും ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചില സമയത്ത് ഈ കാക്കകളൊക്കെ എലീനെയൊക്കെ കൊത്തിക്കൊണ്ട് വന്നിട്ട് ആ കിണറ്റിൻ്റെ മേലേക്ക് വന്നിരിക്കും. അപ്പോൾ അബദ്ധവശ ആ കാക്കേൻ്റെ കയ്യിൽ നിന്ന് എലി കിണറ്റിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളം മൊത്തം എന്താകും, നാശമായി പോകും. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ കിണറ്റിലെ നെറ്റ് ക്ലീൻ ആക്കിയിട്ട് നെറ്റ് കിണറിൻ്റെ മേലെ കൂടി ഇടണം. അതേപോലെ കിണറിൻ്റെ ചുറ്റുപാടും എപ്പോഴും ക്ലീൻ ചെയ്തിടണം. കിണറിൻ്റെ ചുറ്റുപാടും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇപ്പം പാമ്പ്, പഴുതാര, പല്ലി, അരണ അതേപോലത്തെ സാധനങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ചെടികളിലേക്ക് വന്നു വിടും. അപ്പോൾ അറിയാതെ അവർ കിണറ്റിലേക്ക് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് കിണറിൻ്റെ ചുറ്റും എപ്പോഴും വൃത്തിയാക്കിയിടണമെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. അവോയ്ഡ് സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് തുറന്നു വിട്ട് അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം, അതേപോലെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം, ആ വെള്ളമൊക്കെ എന്താണ്, തുറന്ന സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന രീതിയിൽ ഒരിക്കലും വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൽ കൊതുകുകൾ മുട്ടയിട്ടിട്ട് അതിൽ നിന്നും വേറെ അസുഖങ്ങൾ വരും. ഓക്കെ, അല്ലെങ്കിൽ അതിൽ ഈച്ച ഇരുന്നിട്ട് ആ ഈച്ചയൊക്കെ നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, അസുഖം കിട്ടും. ഡീപ്പ് ക്ലീൻ യുവർ ഹൗസ് വീക്ക്ലി വൺസ്. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീടുകൾ അടിച്ചു വാരി വൃത്തിയാക്കിയിടണം. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം, ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഡീപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാം അടിച്ചു വാരി തുടച്ച് ഡെറ്റോളിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിടണം. ഓക്കെ, ഫുഡ് വേസ്റ്റസ് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് പ്രോപ്പർലി. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒരു കമ്പോസ്റ്റ് കുഴി എടുക്കുക, എന്നിട്ട് അതിൽ കമ്പോസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഫുഡ് മെറ്റീരിയൽസ് ഇടുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഡ്രൈ ഡേ, പിന്നെ എങ്ങനെയാണ് വാട്ടർ ബോൺ ഡിസീസ്, എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് അസുഖങ്ങൾ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. The water content in our body is lost when we get dysentery. ഇപ്പം നമുക്ക് ലൂസ് മോഷൻ, ഡിസെൻട്രി എന്ന് പറയുന്നത് ലൂസ് മോഷൻ ആണ്. ലൂസ് മോഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം കുറയും. The water content should be restored in the body. നമ്മുടെ വാട്ടർ കണ്ടന്റ് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിൽ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദ ഫോളോയിങ്. അപ്പോൾ ഡിസെൻട്രി ഉള്ള പേഷ്യൻസിന് ഡിസെൻട്രി സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം മൊത്തം പോകും. അങ്ങനെ വെള്ളം മൊത്തം പോകുമ്പോൾ എന്താവും, നമ്മുടെ ശരീരം ക്ഷീണിക്കും. ഓക്കെ, അപ്പോൾ ആ ക്ഷീണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. സാൾട്ടഡ് റൈസ് വാട്ടർ, ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം കൊടുക്കാം. ഓക്കെ, ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്. നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരേ എമൗണ്ട് സാൾട്ട് ഷുഗറും ആഡ് ചെയ്തിട്ട് കുടിക്കാം. സാൾട്ടഡ് ബട്ടർ മിൽക്ക്, ഓക്കെ എന്ന് പറഞ്ഞാൽ തൈര്, സംഭാരത്തിൽ ഉപ്പിട്ട് കുടിക്കുക. കോക്കനട്ട് വാട്ടർ, ഇളനീര്, തേങ്ങേൻ്റെ വെള്ളം, ഇളനീര് കുടിക്കാം.
ഇത് ORS obtained from public health center should be mixed in boiled and cooled water and given frequently. പിന്നെ ORS എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിന് തരും. അത് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി മിക്സ്ഡ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ്ഡ് ഇൻ ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ആൻഡ് ഗിവൺ ഫ്രീക്വൻ്റ്ലി. അതിനെ മിക്സ് ചെയ്യണം തിളച്ച വെള്ളത്തിലും അതേപോലെ തണുത്ത വെള്ളത്തിലും. എന്നിട്ട് എന്ത് ചെയ്യണം? പേഷ്യന്റിന് കുറച്ച് സമയം ഇടവിട്ട് കൊടുക്കണം. ഓക്കെ. മൈ സ്കൂൾ ക്ലീൻ സ്കൂൾ. എൻ്റെ സ്കൂള് വൃത്തിയുള്ള സ്കൂളാണ്. അപ്പം നമുക്ക് കൂട്ടുകാർ ഈ സ്കൂളിലെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? കൂട്ടുകാരെല്ലാവരും യൂണിഫോം എല്ലാം ധരിച്ച് എന്താണ്, ഒരു കുട്ടി ചെടി നനയ്ക്കുന്നുണ്ട്, മറ്റു കുട്ടികൾ പൂമ്പാറ്റേനെ നോക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കാണാം ഈ സ്കൂൾ മൊത്തത്തിൽ എന്താണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇവിടെ ഓരോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് 3 ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 വേസ്റ്റ് വരിക? ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, പിന്നെ എന്താണ് ഹസാഡിയസ് വേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക്, ഇൻഓർഗാനിക്, ഹസാഡിയസ് വേസ്റ്റ് എന്നും നമുക്ക് പറയാം. പിന്നെ എന്താ, ഈ സ്കൂളിൻ്റെ ഗാർഡനെല്ലാം അടിപൊളിയായിട്ട് നിറയെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ഇവിടെ വെള്ളം മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. പിന്നെ കിണറിൻ്റെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഹാൻഡ് വാഷിൻ്റെ സ്ഥലത്ത്, ടാപ്പ് വാട്ടറിൻ്റെ സ്ഥലത്തെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സ്കൂൾ ഇരിക്കുന്നത്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് സ്കൂൾ? ഈ സ്കൂളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. The students are dressed in uniform. Students എല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്. Students are actively involved in cleaning activities. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ക്ലീനിങ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ട്. The garden is filled with variety of colorful flowers and plants. അപ്പോൾ ഈ ഗാർഡൻ എന്താണ്? വെറൈറ്റി ഓഫ് കളർഫുൾ ഫ്ലവേഴ്സ് ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. സ്കൂൾ ഗ്രൗണ്ട് ഇസ് ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം ലിറ്റർ. സ്കൂൾ ഗ്രൗണ്ട് എന്താണ്? നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടെ വേസ്റ്റ് പേപ്പേഴ്സോ പ്ലാസ്റ്റിക് വേസ്റ്റോ ഒന്നുമില്ല. ഓക്കെ. ഈസ് അവർ സ്കൂൾ നീറ്റ് ആൻഡ് ക്ലീൻ? ലെറ്റസ് ആക്സസ്. നമ്മുടെ സ്കൂൾ ഈ സ്കൂളിനെ മാതിരി നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താലോ? നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ സ്കൂളിൻ്റെ ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഓരോരോ സ്ഥലം സ്പെസിഫിക് ആയിട്ട് പറയണ്ട. അത് ശരിയാണോ തെറ്റാണോ നമുക്കിവിടെ നോക്കിയാലോ. മൈ സ്കൂൾ, സ്കൂൾ സറൗണ്ടിങ്. ഓക്കെ. വേസ്റ്റ് ഇസ് നോട്ട് പൈൽഡ് അപ്പ്. നിങ്ങളുടെ സ്കൂളിൽ വേസ്റ്റുകൾ പൈൽഡ് അപ്പ്, അവിടെ ഇങ്ങനെ കൂമ്പാരമായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ്? കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കെട്ടിക്കിടക്കുന്നില്ലെങ്കിൽ ശരിയിടുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. ഓക്കെ. അത് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നില്ലെങ്കിൽ ശരിയിടാം, അല്ലെങ്കിൽ തെറ്റിടാം. നോ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് നിങ്ങളുടെ സ്കൂൾ പരിസരങ്ങളിൽ അവിടെ ഇവിടെയും കിടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ശരിയിടാം, അല്ലെങ്കിൽ തെറ്റിടാം. ബിൻസ് ഫോർ സോർട്ടിങ് ഇത് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റസ്. എന്താണ്? ഡസ്റ്റ്ബിൻസ് നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിൽ തെറ്റിടാം. ഓക്കെ. ഇനി ക്ലാസ് റൂം. ക്ലാസ് റൂമിന്റെ ക്ലീനിനെസ് നോക്കാം. ദർ ആർ നോ കോബ്വെബ്സ് വേസ്റ്റ്. കോബ്വെബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എട്ടുകാലി വലകൾ. ഓക്കെ. കോബ്വെബ്സ്. ഓക്കെ. ആൻഡ് വേസ്റ്റുകൾ. ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് അതേഴ്സ് ആർ നോട്ട് ഡസ്റ്റി. അപ്പം നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള ചാർട്ട് പേപ്പർ അത് ഇതൊക്കെ ഡസ്റ്റി പിടിച്ച് കിടക്കുവാണോ, പൊടി പിടിച്ച് കിടക്കുവാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ. അല്ലെങ്കിൽ ശരിയിടാം, ആണെങ്കിൽ തെറ്റിടാം. ദർ ആർ ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ്. അപ്പോൾ ക്ലാസ് റൂമിൽ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ടിക്ക് ഇടുക. പിന്നെ അതേപോലെ സ്കൂളിലെ കിച്ചൺ. യൂട്ടൻസിൽസ് ആർ ക്ലീൻ. യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ ക്ലീൻ ആണോ അല്ലയോ. ഓക്കെ. അത് നോക്കി നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ഇടാം. പിന്നെ വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. അപ്പോൾ കിച്ചണിൻ്റെ പുറത്ത് കിച്ചണിന് വരുന്ന വേസ്റ്റ് വാട്ടർ അവിടെ തങ്ങിക്കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. തങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, തങ്ങിക്കിടക്കുന്നില്ലെങ്കിൽ ശരിയാണ്. ഫുഡ് വേസ്റ്റസ് ഇസ് നോട്ട് സ്കാറ്റേർഡ് അറൗണ്ട്. ഫുഡിൻ്റെ വേസ്റ്റുകൾ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതേപോലെ സ്കൂൾ യൂറിനൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ? നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ ശരി, ഇല്ലെങ്കിൽ തെറ്റ്. there is sufficient water. ടോയ്ലറ്റിൽ വെള്ളമുണ്ടോ ഇല്ലയോ? വെള്ളമുണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ തെറ്റ്. ഓക്കെ. അങ്ങനെ കൂട്ടുകാരെല്ലാവരും ആ ടേബിൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അടുത്തത് നമുക്ക് നോക്കാം. What other aspects can be added in the table for observing other places in the school like playground,
പ്ലേസസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആൻഡ് ഗാർഡൻ. അപ്പം നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നോക്കിയില്ലേ, എന്തൊക്കെയാണ് നോക്കിയത്? ഫസ്റ്റ് നമ്മൾ സ്കൂള് നോക്കി, സ്കൂളിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ നോക്കി, പിന്നെ ക്ലാസ് റൂം നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ നോക്കി, അത് കഴിഞ്ഞ് ടോയ്ലറ്റ് നോക്കി. ഇതേപോലെ സ്കൂളിൽ വേറെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം, ഒരു ടേബിൾ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇവർ പറയുന്നത് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നോക്കാം. പ്ലേ ഗ്രൗണ്ട്, പ്ലാസ്റ്റിക് ആൻഡ് പേപ്പർ വേസ്റ്റസ് ഡസ് നോട്ട് ലൈ ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആർ നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, അതാണ് പ്ലേ ഗ്രൗണ്ട് വരുന്നത്. ഇനി പ്ലേസസ് ഓഫ് ഹാൻഡ് വാഷ്. ഹാൻഡ് വാഷിന്റെ അവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും? ഹാൻഡ് വാഷ് ഓർ സോപ്പ് ഈസ് കെപ്റ്റ് നിയർ ഇത് വാഷ് ബേസിൻ. വാഷ് ബേസിന്റെ അടുത്ത് സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിൽ തെറ്റിടാം. ടിഷ്യൂ പേപ്പർ ഈസ് കെപ്റ്റ് നിയർ ദ വാഷ് ബേസിൻ. അപ്പം നമ്മൾ കൈ സോപ്പും ഹാൻഡ് വാഷും യൂസ് ചെയ്ത് കഴുകിയിട്ട് നമ്മുടെ കൈ തുടയ്ക്കാനുള്ള ടിഷ്യൂ പേപ്പർ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഡസ്റ്റ്ബിൻ ഇസ് പ്രൊവൈഡഡ്. ഈ ടിഷ്യൂ പേപ്പറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ വാഷ് ബേസിന്റെ ഏരിയയിൽ ഡസ്റ്റ്ബിൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മളോട് പറയുന്ന ഏതാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ? ഗാർഡൻ ആണ്. ഗാർഡൻ എന്താണ്? ഗാർഡനിൽ ഗാർബേജസ് ഡസ് നോട്ട് അക്യുമുലേറ്റ്. ഗാർഡനിൽ ഗാർബേജ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. ലീവ്സ് ആൻഡ് അതർ തിങ്സ് ആർ സ്വെപ്റ്റ്. അവിടെയുള്ള ഉണങ്ങി കിടക്കുന്ന ലീവ്സും ഉണങ്ങി ഇതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടോ, നീറ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് നോക്കാം. പിന്നെ എന്താണ് പറയുന്നത്? കംപ്ലീറ്റ് ദി ടേബിൾ ആൻഡ് പ്രസന്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പം ഈ സാധനവും കൂടെ നമ്മൾ മേലെ ഉണ്ടാക്കിയ ടേബിൾ പോലെ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ ടിക്കാണോ റോങ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതേപോലെ നിങ്ങളൊരു ടേബിള് ഈ പ്ലേ ഗ്രൗണ്ടും പ്ലേസ് ഓഫ് ഹാൻഡ് വാഷിങ്ങും ഗാർഡനും ചെയ്യണം. ഇത് കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നോക്കിയേ, പ്രിപ്പയർ എ സ്കെച്ച് ഓഫ് the school, mark the places with more wastes in red, less wastes in yellow and clean places in green. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ കൂട്ടുകാർക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്കെച്ച് ഉണ്ടാക്കുക. സ്കെച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സ്കൂൾ ഭാഗം, സ്കൂൾ പ്ലേ ഗ്രൗണ്ട്, അതേപോലെ കിച്ചൺ ഏരിയ, അങ്ങനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താണ് നമ്മൾ നോക്കണ്ടേ? കുറേ വേസ്റ്റ് ഉണ്ടെങ്കിൽ, മോർ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യണം. ഇപ്പം നോക്ക്, ഈ ഒരു ഏരിയയിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ എന്താണ് ചെയ്യുന്നത്? വേസ്റ്റ് ഒക്കെ പെറുക്കി ഒരു കവറിലിടുകയാണ്. അപ്പോൾ ഈ വേസ്റ്റ് ഉള്ള ഏരിയയിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ റെഡ് കളർ കൊണ്ട് ഒരു മാർക്കർ എടുത്തിട്ട് റെഡ് കളർ എടുത്തിട്ട് എന്ത് ചെയ്യുക? റെഡ് കളർ കൊണ്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതെന്താണ്? മോർ വേസ്റ്റ് ഉള്ള സ്ഥലമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ലെസ് വേസ്റ്റ് ഇൻ യെല്ലോ. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഈ പരിസരം നോക്കും, സ്കൂളിൻ്റെ ഈ ഭാഗത്തൊന്നും അധികം എന്തില്ല, വേസ്റ്റ് ഇല്ല. അപ്പം നമുക്കിതിനെ യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇതപ്പോൾ നമുക്ക് സ്കൂൾ ഭാഗത്തിന് എന്ത് ചെയ്യാം? യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലെസ് വേസ്റ്റ്, അല്ലെങ്കിൽ ഇത് ക്ലീൻ ഏരിയ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഗ്രീൻ വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ ഒട്ടും വേസ്റ്റ് ഇല്ല. ഓക്കെ, നമുക്ക് യെല്ലോ കളർ ഈ വഴി, ഈ സ്കൂളിൽ ഇങ്ങോട്ട് പോകുന്ന വഴി കുറച്ചും കൂടെ നീറ്റാണ്. അപ്പം അത് യെല്ലോ കളർ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പം ഇതേപോലെ മാർക്ക് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കൂട്ടുകാരുടെ സ്കൂളിൽ എന്ത് ചെയ്യണം? സ്കെച്ച് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഗാർബേജ് ഉള്ളയിടെ എന്തുകൊണ്ട് മാർക്ക് ചെയ്യണം? റെഡ് കളർ കൊണ്ട്. ഒട്ടും ഗാർബേജ് ഇല്ലാത്തത് ഗ്രീൻ കളർ കൊണ്ടും, കുറച്ച് ഗാർബേജ് ഉള്ളത് യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, വാട്ട് എൽസ് ക്യാൻ ബി ഡൺ ടു മേക്ക് ഇറ്റ് ക്ലീനർ? അപ്പം സ്കൂൾ കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ലെറ്റ് us പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലീനിങ് ആക്ടിവിറ്റീസ്. അപ്പം നമ്മൾ ക്ലീനിങ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനാണ് പറയുന്നത്. ക്ലീൻ ദ ക്ലാസ് റൂം ഡെയിലി. എന്ത് ചെയ്യണം? കൂട്ടുകാർ എന്ത് ചെയ്യണം? കൂട്ടുകാരിപ്പോൾ ഓരോ ക്ലാസ്സിലും ക്ലാസ് ലീഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് ലീഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ ഡെയിലി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. Throw the dustbin wastes in the classroom to the waste disposal area. നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഡസ്റ്റ്ബിൻ വേസ്റ്റ് എന്ത് ചെയ്യണം? ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ഉണ്ടാവും. ഓക്കെ, അവിടെ എന്താണ് ഉണ്ടാവുക? 3 ഡസ്റ്റ്ബിൻസ് ഉണ്ടാവും. ഓർഗാനിക്, ഇൻഓർഗാനിക്, ഹസാർഡിയസ്. അത് നോക്കിയിട്ട് ഈ ഡസ്റ്റ്ബിനിലുള്ള വേസ്റ്റ് സോർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടണം. ഓക്കെ, ക്ലീൻ ദ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് എവറി ഡേ. ഓരോ ക്ലാസ്സിനും ബാത്റൂംസ് കൊടുത്തിട്ടുണ്ടാവും. ആ ബാത്റൂമുകൾ എന്ത് ചെയ്യണം? ഡെയിലി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പടരും.
കീപ് ദ കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പം സ്കൂളിലെ കിച്ചണും എന്ത് ചെയ്യണം, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ സഹായിക്കണം. മേക്ക് ഷുവർ ദ സ്കൂൾ വെൽ ഇസ് കവേർഡ് വിത്ത് നെറ്റ്. ഓക്കെ, സ്കൂളിൻ്റെ വെൽ എന്തായിരിക്കണം, കിണർ എപ്പോഴും എന്തായിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതേപോലെ അതിൻ്റെ മേലെ കവർ ഇട്ടിട്ടിരിക്കണം, നെറ്റ് ഇടണം. ക്ലീൻ അപ്പ് പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റസ് ഫ്രം ദി ഗ്രൗണ്ട്. ഇവിടെ നോക്കുക, ഈ കൂട്ടുകാർ ചെയ്യുന്ന പോലെ ഗ്രൗണ്ടിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും ബോട്ടിൽസ് എല്ലാം പെറുക്കി സോർട്ട് ചെയ്ത് ഡസ്റ്റ്ബിൻസിലിടണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാർ സ്കൂളിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താണ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ഉണ്ടാകും. നമുക്ക് നോക്കിയാലോ അടുത്തത്. ലെറ്റ് us sort waste. Let us sort waste. You have seen bins for sorting and depositing wastes in school, haven't you? അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ഇതേപോലത്തെ ഡസ്റ്റ്ബിൻസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് പറഞ്ഞിട്ട് ഇതേപോലത്തെ 3 ഡസ്റ്റ്ബിൻസ് വെക്കണം. എന്തിനാണ്? ഇൻഓർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, ഹസാഡിയസ് വേസ്റ്റ്. ഈ ഇൻഓർഗാനിക് വേസ്റ്റിനെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയാം. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഡീഗ്രേഡബിൾ എന്ന് പറയാം. ഹസാഡിയസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് വരുന്നതാണിത്. ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളാണ്. അതെന്താണ്, മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരില്ല. ഓക്കെ, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡ് വേസ്റ്റ്, അങ്ങനത്തെ പേപ്പർ, അങ്ങനത്തെ കാര്യം, അതൊക്കെ എന്താണ്, മണ്ണിൽ അലിഞ്ഞു ചേരും. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വേസ്റ്റുകളാണ്, ഇലക്ട്രിക് വേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം നമുക്ക് നോക്കിയാലോ. Why can't we collect all the wastes in a single bin? Why can't we deposit all the wastes together? അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ വേസ്റ്റും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും, ഫുഡ് വേസ്റ്റ് ഉണ്ടാവും, ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എവിടെയും കൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരാൻ എന്തെടുക്കും, കുറേ സമയമെടുക്കും. ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ഓർഗാനിക് വേസ്റ്റ് നോക്കാം. ഓർഗാനിക് വേസ്റ്റിൽ ഫുഡ് മെറ്റീരിയൽസ്, പിന്നെ പേപ്പേഴ്സ്, അങ്ങനത്തെ കാർഡ്ബോർഡ്, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ആ സാധനം മാത്രം നമ്മൾ പിന്നെ എന്താണ് ഒരു കുഴിയിൽ, കമ്പോസ്റ്റ് കുഴിയിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളമായിട്ട് മാറിയിട്ട് ആ വളം വേണമെങ്കിൽ നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഇങ്ങനെ ആക്രിക്കടയിലൊക്കെ കൊടുത്തിട്ട് അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, പ്ലാസ്റ്റിക്കിനെ റീയൂസ് ചെയ്തിട്ട് വേറെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആയിട്ട് കൊണ്ടുവരും. ഓക്കെ, അതേപോലെ തന്നെ ഹസാഡിയസ് വേസ്റ്റും. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ പണികൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും തരം തിരിച്ച് ഓരോരോ ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. There is waste that decomposes in soil. ഓക്കെ, അത് നമുക്കറിയാം കുറച്ച് വേസ്റ്റുകൾ എന്താണ്, മണ്ണിൽ അലിഞ്ഞു ചേരും. വേസ്റ്റസ് ദാറ്റ് ഡസ് നോട്ട്, പക്ഷെ കുറച്ച് വേസ്റ്റുകൾ എന്താണ്, മണ്ണിൽ അലിഞ്ഞ് ചേരില്ല. വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് എക്സെട്ര ആർ കോൾഡ് ഓർഗാനിക് വേസ്റ്റ്. അപ്പോൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് ഒക്കെയാണ് എന്ത്, ഓർഗാനിക് വേസ്റ്റ്, മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. Wastes that does not decompose like plastic objects are called inorganic waste. ഓക്കെ, അപ്പം മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരില്ല, അത് വർഷം കണക്കിനെടുക്കും അലിഞ്ഞു ചേരാൻ. അതിന് എന്താണ് പറയുക, ഇൻഓർഗാനിക് വേസ്റ്റ് എന്നാണ് പറയുക. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റസ്, ബൾബ്, എക്സ്പയർഡ് മെഡിസിൻസ് എക്സെട്ര, അതിനെയൊക്കെ എന്താണ്, ഹസാഡിയസ് വേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് വേസ്റ്റ് പഠിച്ചു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഡ്രൈ ഡേനെ കുറിച്ച് പഠിച്ചു, പിന്നെ വാട്ടർ ബോൺ ഡിസീസസ് പഠിച്ചു, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, വേസ്റ്റ് സ്കൂൾ എങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാമെന്ന് പഠിച്ചു, പിന്നെ എന്തൊക്കെ തരം 3 തരം വേസ്റ്റുകളുണ്ട്. ഓക്കെ, ഇനി കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റസ് ഇൻറ്റു മാനുവർ. ഓക്കെ, ഫുഡ് വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മാനുവർ ആക്കി മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുഡ് മെറ്റീരിയൽസ് എങ്ങനെയാണ് മാനുവർ ആക്കി മാറ്റുന്നത്. What can we do with food wastes in our home and school? നമ്മുടെ വീട്ടിലും സ്കൂളിലുള്ള ഫുഡ് വേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റുന്നതെന്ന് നോക്കാം. കമ്പോസ്റ്റ് പിറ്റ്, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പോസ്റ്റ് പിറ്റ്.
Deposit organic wastes such as fruits, vegetables, fish and food scraps in a pit and cover it with soil. It will completely converted into manure in 3 to 4 months time. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വലിയൊരു കുഴി കുഴിക്കുക. കുഴി കുഴിച്ചിട്ട് അടുക്കളയിലുള്ള ഫുഡ് മെറ്റീരിയൽ വേസ്റ്റ് മൊത്തം ഇതിലിടുക. ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫുഡ് മെറ്റീരിയൽസ് എല്ലാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുക. ഒരു 4 മാസം കൊണ്ട് അതെന്താവും, വളമായിട്ട് മാറും. ഈ വളം നമുക്ക് സ്കൂളിലെ ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഗാർഡനിലൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. What are the methods used to managing kitchen wastes in your home and school? Write them down. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വേസ്റ്റ് കമ്പോസ്റ്റിംഗ് ഉണ്ടാക്കാൻ പറ്റും. റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 4 മാസം കഴിയുമ്പോഴത്തേക്കും വളമാകും. ആ വളം നമുക്ക് ചെടിയിലിടാം. അപ്പം ചെടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇപ്പം കിച്ചൺ ഗാർഡൻ ആണെങ്കിൽ വെജിറ്റബിൾസ് കിട്ടും. അത് റീസൈക്ലിംഗ് ആണ്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡു നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. എന്താണ്? പ്ലാസ്റ്റിക് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യരുത്, അതിനെ കത്തിക്കുകയും ചെയ്യരുത്. ഈ കുട്ടി ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ബസ്സിന്റെ പുറത്തേക്ക് എറിയാണ്. അപ്പം ഈ കുട്ടി പറയാണ്, ഹേ കമോൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺ? വി കാൻ ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. നീ ഓർക്കുന്നില്ലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ? അങ്ങനെ പ്ലാസ്റ്റിക് പുറത്തേക്ക് എറിയരുത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് നല്ല കുട്ടി? ഈ കുട്ടിയാണ് നല്ല കുട്ടി. എന്ന് വെച്ചാൽ എന്താ? ആ കുട്ടി പഠിച്ച കാര്യം ലൈഫിൽ പ്രാവർത്തികമാക്കുകയാണ്. ഓക്കെ. Why do we say that we can't throw away plastic object? നമ്മൾ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് വെളിയിലേക്ക് വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്ന്? Plastic is a non-biodegradable waste. It takes years to decompose. No, inorganic waste ആണ്. ഓർഗാനിക് അല്ല, ഇൻഓർഗാനിക് ഓർ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. അതെന്താണ്? വർഷങ്ങൾ എടുക്കും മണ്ണിൽ അലിഞ്ഞ് ചേരാൻ. പക്ഷെ എന്താണ്? ഓർഗാനിക് വേസ്റ്റ് പെട്ടെന്ന് അലിഞ്ഞ് ചേരും. It is bad for nature and other living organisms in the soil. മണ്ണിൽ ജീവിക്കുന്ന ചെറിയ പ്രാണികൾക്ക് അത് ദോഷമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. What do you find in the picture? ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? Burning of plastic in open air. തുറന്ന ഒരു സ്ഥലത്തിട്ടിട്ട് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് കത്തിക്കുന്ന മണം കൊണ്ട് ഈ കുട്ടി ഓടി രക്ഷപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിന് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഇത് കത്തിച്ചു കഴിഞ്ഞാലും മൊത്തത്തിൽ ഈ പ്ലാസ്റ്റിക് കത്തിത്തീരില്ല. അപ്പൊ അതും എന്താവും? പിന്നീട് മഴവെള്ളം വന്നിട്ട് അത് ഒലിച്ചിട്ട് വാട്ടർ റിസോഴ്സുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? നദി, റിവർ, പോണ്ട്, സീ, കടൽ, അവിടേക്കൊക്കെ ഒഴുകിച്ചേരും. അപ്പം അവിടെ ജീവിക്കുന്ന മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും കാരണമാകും. ഓക്കെ, വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്സ്? അപ്പൊ പ്ലാസ്റ്റിക് ഇങ്ങനെ ഓപ്പൺ എയറിലിട്ട് കത്തിക്കുന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഹാർംഫുൾ ടു നേച്ചർ. ഓക്കെ, നമ്മുടെ പ്രകൃതിക്ക് തന്നെ അത് ദോഷമാണ്. ഇറ്റ് കോസസ് സെവറൽ ലങ് ഡിസീസസ്. ഈ പ്ലാസ്റ്റിക് ബേൺ ചെയ്യുന്നത് ശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് ശ്വാസം മുട്ടൽ, തലവേദന, ഛർദി, അതേപോലത്തെ പല അസുഖങ്ങളും ഉണ്ടാകും. ഇറ്റ് കോസസ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. എന്താണ്? വായു മലിനീകരണപ്പെടും, അതേപോലെ ജലവും മലിനമാക്കപ്പെടും. ഓക്കെ, discuss in class. Plastic has become an unavoidable materials in our life. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പം നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പലതും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചിലർ ടിഫിൻ ബോക്സ്, ചോറ് കൊണ്ടുവരുന്ന പാത്രം പ്ലാസ്റ്റിക് ആയിരിക്കും. നിങ്ങളുടെ പെൻസിൽ ബോക്സ് പ്ലാസ്റ്റിക് ആയിരിക്കും. അതേപോലെ കൊടേൻ്റെ പിടി പ്ലാസ്റ്റിക് ആയിരിക്കും. അങ്ങനെ കുറേ സാധനങ്ങൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കവറുകൾ, നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കവറുകൾ, അങ്ങനത്തെ എല്ലാം പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. അപ്പം ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളൊരു
സാധനമാണ്, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാധനമാണ് പ്ലാസ്റ്റിക്. But if it is thrown away into the surrounding or burned, it can cause many health problems. ഇത് നമ്മൾ പരിസരത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് എറിഞ്ഞു കളയുകയോ കത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. The use of single-use plastic bags and plastic bottles should be minimized. സിംഗിൾ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് സിംഗിൾ യൂസ് ആൻഡ് ത്രോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ നമുക്ക് അത് വലിച്ചെറിയേണ്ടി വരും. അതിൻ്റെ എക്സാമ്പിളാണ് മിനറൽ വാട്ടർ അല്ലേ, നമുക്ക് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ, ആ ബോട്ടിൽ 1 യൂസ് ആൻഡ് ത്രോ ആണ്. അങ്ങനത്തത് ഭയങ്കര ദോഷമാണ്. എന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിസ്ഥിതിയിലേക്ക് നമ്മൾ വലിച്ചെറിയാണ് ചെയ്യുന്നത്. Plastic waste should not be thrown away into surrounding. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താണ്, നമ്മൾ പരിസരത്തേക്ക് വലിച്ചെറിയരുത്. But should be sorted and handed over to the garbage collectors for recycling. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മാസം മാസം വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാസ്റ്റിക് 50 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് അവർ വന്ന് വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോകും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അത് റീസൈക്കിൾ ചെയ്യും. റീസൈക്കിൾ ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്യാതെ നമ്മളത് നമ്മുടെ പരിസരങ്ങളിലേക്ക് വലിച്ചെറിയുകയും പിന്നെ അല്ലെങ്കിൽ അതിനെ കത്തിച്ച് കളയുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ്, പല പല അസുഖങ്ങളും വരും. അപ്പോൾ കൂട്ടുകാർ എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ എടുത്തു വെച്ചിട്ട് മാസാമാസം പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുത്തു വിടണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Sort the object mentioned below and put them in the appropriate waste bins. അപ്പോൾ ഇവിടെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൊടുത്തിട്ട് അത് പ്രോപ്പർ ആയിട്ടുള്ള ഇതിലിടണം. ഇത് ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാസ്റ്റിക് വേസ്റ്റ്. ഓർഗാനിക് ഫുഡ് മെറ്റീരിയൽസ്. ഹസാഡിയസ് എന്ന് പറഞ്ഞാൽ ബൾബ്, മെഡിസിൻ, അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, PVC പൈപ്പ് പ്ലാസ്റ്റിക്, ബനാന ഫുഡ് വേസ്റ്റ്, പെസ്റ്റിസൈഡ് ബോട്ടിൽസ് ഇതിൽപ്പെടും, പെസ്റ്റിസൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഹസാഡിയസും വരും. വെജിറ്റബിൾ വേസ്റ്റ് ഓർഗാനിക്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇൻഓർഗാനിക്, ബൾബ് ഹസാഡിയസ്, ഫുഡ് വേസ്റ്റ് ഓർഗാനിക്, മെഡിസിൻസ് ഹസാഡിയസ്, പ്ലാസ്റ്റിക് കവേഴ്സ് ഇൻഓർഗാനിക്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് പെട്ടെന്ന് ഇപ്പം ഇങ്ങനത്തെ വേസ്റ്റ് ബിൻസ് കണ്ടാൽ നമ്മളിപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ ഇത് വെക്കുക. അപ്പം നമ്മൾ പബ്ലിക്കലി ഇങ്ങനെ ടൂർ പോവുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഒരിക്കലും പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചിടരുത്. അവിടെ കിടന്നോട്ടെ, അവിടെ എങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പാർക്കിലോ സൂവിലോ അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോ എല്ലായിടത്തും ഇതേപോലത്തെ വേസ്റ്റ് ബിൻസ് ഉണ്ടാവണം. കൂട്ടുകാർ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും മാതൃകയാകുകയും വേണം. നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് എന്ത് വേസ്റ്റാണെന്ന് നോക്കിയിട്ട് അത് പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്കും ഇത് ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് മാറണം. എപ്പോഴും കൂട്ടുകാർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ജീവിക്കണം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. Prepare an observation table to know whether your home and surroundings are clean. Write down the steps you can take to keep your home and surroundings clean based on your information in the table. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീൻ ആയിട്ട് വെക്കുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന്. ഓക്കെ, there is a sewage in the house. ഓക്കെ, നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മൾ ആ ടേബിൾ ഉണ്ടാക്കിയില്ലേ, സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ശരിയാണോ തെറ്റാണോ, അതേപോലത്തെ ഒരു ടേബിൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. there is a sewage in your house. ഉണ്ടെങ്കിൽ ശരിയിടുക, ഇല്ലെങ്കിൽ തെറ്റിടുക. there is a well covered with net. നമ്മുടെ കിണർ നെറ്റ് വെച്ച് മൂടിയിട്ടുണ്ടോ ഇല്ലയോ, മൂടിയിട്ടുണ്ടെങ്കിൽ ശരിയിടുക, ഇല്ലെങ്കിൽ തെറ്റിടുക. പ്ലാസ്റ്റിക് വേസ്റ്റസ് ആർ ലൈങ് അറൗണ്ട് ദ ഹൗസ്. നിങ്ങളുടെ വീടിന് ചുറ്റും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ തെറ്റിടുക, ഇല്ലെങ്കിൽ ശരിയിടുക. ഓക്കെ, പിന്നെന്താ, നമ്മുടെ ഹൗസും സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം. കവർ വെൽ വിത്ത് നെറ്റ് ടു അവോയ്ഡ് ഫോളിങ് അൺവാണ്ടഡ് തിങ്സ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ ഒഴിവാക്കി വിടുക. പിന്നെന്താണ്, നന്നായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹൗസും പരിസരം ഡീപ് ക്ലീൻ ചെയ്യുക.
ഫുഡ് വേസ്റ്റസ് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് പ്രോപ്പർലി. നമ്മുടെ ഫുഡ് വേസ്റ്റസ് എന്ത് ചെയ്യണം, ഒരു കമ്പോസ്റ്റ് പിറ്റാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ ഒരു കുഴി കുഴിച്ചിട്ട് നമ്മുടെ ആ ഫുഡ് വേസ്റ്റ് ഒക്കെ അതിലിട്ടിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 മാസം കൊണ്ട് എന്താവും, അത് വളമാവും. അത് പിന്നെ നിങ്ങളുടെ കിച്ചണിലെ ചെടികൾക്കെല്ലാം യൂസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ദ പവർ ഓഫ് ക്ലെൻലിനെസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊരു സമ്മറി പോലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, ഡ്രൈ ഡേ പഠിച്ചു. ഓക്കെ, ഡ്രൈ ഡേയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മുടെ വീടിൻ്റെ പരിസരത്തും സ്കൂളിൻ്റെ പരിസരത്തും കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളിലൊക്കെ എന്താകും, ബോട്ടിലും കണ്ടെയ്നേഴ്സിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ എന്ത് ചെയ്യും, കൊതുക് മുട്ടയിട്ടിട്ട് ഒരാഴ്ച കൊണ്ട് കൊതുക് വിരിഞ്ഞ് എന്താണ്, ഡെങ്കി ഫീവർ ഉണ്ടാവും. കൊതുക് പരത്തുന്ന പനീനെ പറയുന്ന പേരാണ് ഡെങ്കി ഫീവർ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ വീടിൻ്റെയും സ്കൂളിൻ്റെയും പരിസരത്തുള്ള ഇതേപോലത്തെ കണ്ടെയ്നേഴ്സും പ്ലാസ്റ്റിക് ബോട്ടിൽസും ടോയ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് ഓരോരോ വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് ഒഴിവാക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചാണ്, ഡ്രൈ ഡേ പഠിച്ചു. പിന്നെ കമ്പോസ്റ്റ് ബിറ്റിനെ പറ്റി പഠിച്ചു. കമ്പോസ്റ്റ് ബിറ്റ് എന്താണ്, നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ നമുക്ക് വളമാക്കിയിട്ട് നമുക്കത് ചെടികൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അല്ലാതെ നമ്മൾ ഫുഡ് വേസ്റ്റുകൾ അവിടെ ഇവിടെയും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, എലി, ഈച്ച, കൊതുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഓരോരോ അസുഖങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ വേസ്റ്റുകൾ 3ആയിട്ട് തിരിക്കാൻ പഠിച്ചു. എന്തൊക്കെയാണ്, ഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ്, ഹസാഡിയസ് വേസ്റ്റ്. ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് മെറ്റീരിയൽസിൻ്റെ, ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഹസാഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ബൾബ്, മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ്, പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പഠിച്ചു. പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കത്തിച്ച് കളയുകയോ ചെയ്യരുത്. അതെന്താണ്, പരിസ്ഥിതിക്കും മനുഷ്യരുടെ ഹെൽത്തിനും ആരോഗ്യത്തിനും അത് പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ എന്താണ്, ഹരിതകർമ്മ സേന പഞ്ചായത്തിൽ നിന്ന് ഓരോ മാസവും വീടുകളിൽ വന്നിട്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കണം. അവരത് എന്ത് ചെയ്തോളും, റീസൈക്കിൾ ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കോളും. അപ്പം ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് പേഴ്സണൽ ഹൈജീനും എൻവിറോൺമെൻറ്റൽ ഹൈജീനും ആണ്. പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പറഞ്ഞത്, ഹാൻഡ് വാഷ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുളിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് നമ്മൾ പാർട്ടിൽ എൻവിറോൺമെൻറ്റൽ ഹൈജീനിൽ നമ്മൾ വേസ്റ്റുകളൊക്കെ എങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ടത്, പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യേണ്ടത്, ഒരു കമ്പോസ്റ്റ് പിറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, പിന്നെ ഡ്രൈ ഡേ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.